2024 മുതൽ എന്താണ് ഇങ്ങോട്ട് സംഭവിച്ചത് എന്ന ദീർഘമായ കാര്യമാണ് നമ്മൾ കേട്ടത്. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കാൻ തീരുമാനമെടുത്താൽ സർക്കാർ നടപടി PP ദിവ്യ ചോദ്യം ചെയ്തേക്കും. സുപ്രീം കോടതി പോലും തള്ളിയ ആവശ്യത്തിലാണ് CBI അന്വേഷണം എന്ന വാദം PP ദിവ്യയുടെ അഭിഭാഷകൻ ഉയർത്തിയേക്കും. നവീൻ ബാബുവിന്റെ ആവശ്യപ്രകാരം തുടരന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ CBI അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന നിലപാടും പ്രതിഭാഗം സ്വീകരിച്ചേക്കും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, സർക്കാർ അന്വേഷണം പ്രോപ്പറാണ് എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ടതില്ല എന്ന നിലപാട് കോടതികൾ സ്വീകരിച്ചത് എന്നതാണ് കുടുംബം പറയുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമോ? അതിനെ ചോദ്യം ചെയ്ത് PP ദിവ്യ കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മാധു, ഗുഡ് ഈവനിങ്. ഇതിൽ രണ്ട് സാഹചര്യങ്ങളാണ് CBI അന്വേഷണം സാധ്യമാവുക. ഒന്ന്, ഹൈക്കോടതി പറയുക, അതായത് ഇരകൾ പരാതിക്കാർ ഹൈക്കോടതി സമീപിക്കുക, ഹൈക്കോടതി പറയുക, അല്ലെങ്കിൽ സുപ്രീം കോടതി പറയുക. രണ്ടാമത്തേത്, സംസ്ഥാന സർക്കാർ അത്തരമൊരു അനുമതി CBIക്കാൻ ഈ ഒരു കേസ് അന്വേഷിക്കാനുള്ള അനുമതി നൽകുക. ഇതിൽ ആദ്യത്തേത് ഇല്ലാതായി കഴിഞ്ഞു. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ആദ്യം ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയും സമീപിച്ചു. ആ ആവശ്യം അംഗീകരിക്കുന്ന നിലപാടല്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്വീകരിച്ചത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിൽ അവർ അത്തരമൊരു അപേക്ഷ നൽകുന്നു. ആ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നു. ഇനി അതിന്റെ ഉത്തരവിറങ്ങുക, വിജ്ഞാപനം പുറത്തിറങ്ങുക എന്നതാണ്. ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും, ഈ വിജ്ഞാപനം കണ്ടതിന് ശേഷം ഈ നടപടിയെ ചോദ്യം ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ PP ദിവ്യയുടെ അഭിഭാഷകരും തീരുമാനമെടുക്കുക. മിക്കവാറും അത് ഹൈക്കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. കാരണം നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്നൊരു നിലപാട് എടുത്തിരുന്നു. മാത്രമല്ല, SIT കൃത്യമായാണ് അന്വേഷിച്ചത്. മതിയായ എല്ലാ രീതിയിലുള്ള എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അങ്ങനെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു. തെളിവുകൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ കണ്ടെത്തി, കുറ്റപത്രവും നൽകി. അതിനുശേഷം തലശ്ശേരി കോടതി ഒരു തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു. ആ തുടരന്വേഷണവും അംഗീകരിക്കപ്പെട്ടു. തുടരന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കൂടുതൽ തെളിവുകൾ കൂടി, അല്ലെങ്കിൽ മറ്റൊരു കുറ്റപത്രവും കൂടി, അനുബന്ധ കുറ്റപത്രവും കൂടി കോടതിയിൽ നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ CBIയുടെ അന്വേഷണം അനിവാര്യമല്ല എന്നതാണ് PP ദിവ്യ സ്വീകരിക്കുന്ന നിലപാട്. മാത്രമല്ല, നേരത്തെ ഉള്ളതിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ മാറ്റം, പ്രത്യേകമായ സാഹചര്യം CBI അന്വേഷണത്തിന് വേണ്ടി നിലവിലില്ല എന്ന വാദവും കൂടി ഉയർത്തുകയും ചെയ്യും. ഗൂഢാലോചന അന്വേഷിക്കപ്പെട്ടില്ല. ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച സംശയങ്ങൾ